കോഴിക്കോട് കൊടുവള്ളിയിൽ വൻ ലഹരിവേട്ട 11,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടി. 6 ലക്ഷത്തിലധികം രൂപ വില വരുന്ന ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട്. അഭിജിത്ത്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ? എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? പോലീസാണോ എക്സൈസ് ആണോ പിടികൂടിയത്? അഭിജിത്ത്, കൊടുവള്ളി പോലീസാണ് ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുള്ളത്. കഞ്ചാവ്, MDMA പോലെയുള്ള മാരക രാസലഹരികൾക്കൊപ്പം തന്നെ ഇത്തരം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുന്നതിനായുള്ള പരിശോധനയും പോലീസ് ഊർജിതമായി നടത്തുന്നുണ്ട്. ഈ പിടിയിലായ മുഹമ്മദ് മൂസിന് നരിക്കുനിയിൽ ഒരു ചെരുപ്പ് കടയുണ്ട്. ഈ ചെരുപ്പ് കടയുടെ മറവിൽ ഇയാൾ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു എന്നുള്ള ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് പോലീസ് അവിടെ ഒരു പരിശോധന നടത്തിയിരുന്നു. അവിടെ വെച്ച് 890 പാക്കറ്റ് ഹാൻഡ്സ് പോലീസ് പിടികൂടി. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാളുടെ വീട്ടിലും ഇത്തരം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്ന് പോലീസിന് മനസ്സിലായത്. തുടർന്ന് ഇന്നലെ രാത്രിയോടെ ഇയാളുടെ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിൽ 11,000 പാക്കറ്റ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുകയാണ്. അതിൽ ഈ ഹാൻഡ്സും ഒപ്പം കൂളിപ്പ് തുടങ്ങിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുണ്ട്. ഇയാൾ കർണാടകയിൽ നിന്നാണ് ഈ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കുന്നതെന്നും ഇങ്ങനെ ചില കച്ചവട സ്ഥാപനങ്ങളുടെ മറവിൽ ഇത് വിൽപ്പന നടത്തുകയാണെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും പോലീസ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കൊടുവള്ളി പോലീസിന്റെ നേതൃത്വത്തിൽ കടക്കുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.